ഒട്ടുമിക്ക കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് സർ പഠിക്കുന്നുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രീ മോഡൽ എക്സാമിനൊക്കെ എന്തായാലും A+ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന സബ്ജക്ട്സിൽ പോലും A+ നഷ്ടമായിരിക്കുന്നു. പക്ഷെ ഇനിയുള്ള ഫൈനൽ എക്സാം ആണ് നിങ്ങളുടെ മുന്നിലുള്ള ദ റിയൽ ടാർഗറ്റ് എന്നുള്ളത്. ആ ടാർഗറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യണം. രണ്ടാളുകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു പക്ഷേ സുപരിചിതരായിട്ടുള്ള രണ്ടാളുകളായിരിക്കും. ഏകദേശം 25 പേരിൽ 24 പേർക്കും ജോലി കിട്ടി. ഒരു ആൾക്ക് മാത്രമാണ് റിജക്ഷൻ കിട്ടിയത്. അദ്ദേഹമായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന ബിൽ ഗേറ്റ്സ് അല്ലാത്ത മറ്റേ ആൾ. ഫേസ്ബുക്ക് ടേൺഡ് മീ ഡൗൺ. ഫേസ്ബുക്കും എന്നെ റിജക്ട് ചെയ്തു. എത്ര രൂപക്ക് വാങ്ങിയത്? $22 ബില്യൺ ഫേസ്ബുക്ക് വാട്സാപ്പിന് വാങ്ങിയത്. SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ CBSE ICSE പരീക്ഷകൾക്കൊക്കെ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒട്ടുമിക്ക കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് സർ പഠിക്കുന്നുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രീ മോഡൽ എക്സാമിനൊക്കെ എന്തായാലും A+ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന സബ്ജക്ട്സിൽ പോലും A+ നഷ്ടമായിരിക്കുന്നു. ഇനി ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 എന്നുള്ള ടാർഗറ്റിലൊക്കെ എത്താൻ കഴിയുമോ എന്നുള്ളൊരു ടെൻഷനിലും വേവലാതിയിലൊക്കെയാണ് ഒരുപാട് കുട്ടികൾ. പക്ഷേ ഇനിയുള്ള ദിവസം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ റിവിഷൻസ് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ ഒരു 1-2 പരീക്ഷയിൽ ഫെയിലിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് ഫൈനൽ എക്സാമിൽ നമ്മൾ ഫെയിൽ ആവും എന്നുള്ള ഒരു പേടിയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വെക്കേണ്ടതില്ല. നമുക്കറിയാം ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആളുകൾ അവര് ഒരുപാട് തോൽവികൾ കഴിഞ്ഞുകൊണ്ടാണ് വിജയത്തിലെത്തിയിട്ടുള്ളത്. നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ, സക്സസിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് എന്ത് ഫെയിലിയേഴ്സ് എന്നുള്ളതൊക്കെ. ഇത് ശരിക്കും ഒരു പഴഞ്ചൊല്ല് മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി നേരിട്ട് കാണാൻ പോകുന്ന ഒരു സംഗതി കൂടിയാണ്. കഴിഞ്ഞ പ്രീ മോഡൽ എക്സാമിനോ യൂണിറ്റ് ടെസ്റ്റിനോ ഹാഫ് ഇയർ എക്സാമിനേഷനോ ടേം എക്സാമിനേഷനോ ഒക്കെ നിങ്ങൾ വിചാരിച്ച ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 എന്നുള്ള ടാർഗറ്റിൽ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇനിയുള്ള ഫൈനൽ എക്സാം ആണ് നിങ്ങളുടെ മുന്നിലുള്ള ദ റിയൽ ടാർഗറ്റ് എന്നുള്ളത്. ആ ടാർഗറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യണം എന്നുള്ള അതീവമായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഡിസയർ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു അച്ചീവ്മെന്റിൽ എത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാളുകളുടെ കഥകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഒരു പക്ഷേ സുപരിചിതരായിട്ടുള്ള രണ്ടാളുകളായിരിക്കും. ചിത്രത്തിൽ രണ്ടാളുകളുടെ ഫോട്ടോ കാണാം. ഇതിൽ ഒന്ന് ബിൽ ഗേറ്റ്സ് ആണ്, മറ്റേ ആൾ ആരാന്നുള്ള അറിയുന്ന ആളുകളുടെ കമന്റ് ചെയ്യാം. ഞാൻ കുറച്ച് ക്ലൂകൾ പറഞ്ഞു തുടങ്ങാം. ക്ലൂകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ അറിയിക്കണം. അല്ലെങ്കിൽ ആൾ ആരാന്നുള്ളത് ഞാൻ അവസാനത്തിൽ പറയാം. റെഡി? ഇദ്ദേഹം ചൈനക്കാരനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ ആമസോൺ യൂസ് ചെയ്യുന്ന ആളായിരിക്കും നിങ്ങൾ എല്ലാവരും. ചൈനയിലെ ആമസോൺ ഓഫ് ചൈന എന്നറിയപ്പെടുന്ന ആലിബാബ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനയില് ആദ്യമായിട്ട് KFCയുടെ ഒരു ഔട്ട്ലെറ്റ് വന്ന സമയത്ത് ഒരുപാട് ജീവനക്കാർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് KFC ഒരു നോട്ടീസ് ഇറക്കുകയാണ്. ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു ജോബിന് അപ്ലൈ ചെയ്തു. ഒരുപാട് പേർക്ക് ജോലി കിട്ടി. ഏകദേശം 25 പേരിൽ 24 പേർക്കും ജോലി കിട്ടി. ഒരു ആൾക്ക് മാത്രമാണ് റിജക്ഷൻ കിട്ടിയത്. അദ്ദേഹമായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന ബിൽ ഗേറ്റ്സ് അല്ലാത്ത മറ്റേ ആൾ. ഇങ്ങനെ ഒരുപാട് ജോലികൾ പോലീസ് റിക്രൂട്ട്മെന്റ് വന്ന സമയത്ത് ഇദ്ദേഹം അപ്ലൈ ചെയ്തു. അദ്ദേഹത്തിന് റിജക്ഷൻ കിട്ടി. 30-ലധികം ജോലികളിൽ നിന്ന് അദ്ദേഹത്തിന് റിജക്ഷൻസ് കിട്ടി എന്നാണ് ചരിത്രം പറയുന്നത്. ജോലികൾ മാത്രമല്ല, ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസിലും സെലക്ഷൻ ടെസ്റ്റുകളിലും ഈവൻ അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ എക്സാമിൽ പോലും അദ്ദേഹത്തിന് ഫെയിൽ ആയിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ലെവല് അദ്ദേഹം ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ വിജയത്തിലേക്ക് എത്തണം എന്നുള്ള അതീവ താല്പര്യത്തോട് കൂടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ ലോകത്തില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് എന്ത് വേണം എന്നുള്ള അദ്ദേഹം ആലോചിച്ചു തുടങ്ങി. അദ്ദേഹം അതിൽ വർക്ക് ചെയ്തു. രാപ്പകലുകളിൽ രാവോ പകലോ ഇല്ലാതെ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ആലിബാബ എന്നുള്ളത്. ഇനിയും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് കിട്ടിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജാക്ക് മാ എന്നുള്ളത്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജാക്ക് മാ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഒരുപാട് ഫെയിലിയേഴ്സിലൂടെ കടന്നു പോയിട്ട് അവസാനം വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ് ജാക്ക് മാ എന്നുള്ളത്. സോ ജാക്ക് മയെ പോലെ ഒരു പക്ഷേ കഴിഞ്ഞ 9ാം ക്ലാസ് വരെ ഒറ്റ എക്സാമിൽ പോലും ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. 10ാം ക്ലാസ്സിൽ പോലും ടേം എക്സാമിലും പ്രീ മോഡൽ എക്സാമിലും ഇനി വരാനുള്ള മോഡൽ എക്സാമിലും ഒന്നും നിങ്ങൾക്ക് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഫൈനൽ എക്സാം 10ാം ക്ലാസ്സിലെ CBSE-കാരായിക്കോട്ടെ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ എക്സാമിൽ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 ടാർഗറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അംബീഷനായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്തൊരാളുടെ കഥ ഞാൻ പറയാം. ഇതൊരു ട്വിറ്റർ പോസ്റ്റാണ്. ഇദ്ദേഹം ആരാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്രിയാൻ ആക്ടൺ എന്നുള്ളതാണ്. ബ്രിയാൻ ആക്ടൺ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ട്വിറ്ററിൽ. അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ് എന്നറിയാം, 2009 പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്വിറ്റർ പോസ്റ്റ് ആണ് കേട്ടോ. ഗോട്ട് ഡിനൈഡ് ബൈ ട്വിറ്റർ ഹെഡ്ക്വാർട്ടേഴ്സ്. ട്വിറ്റർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് റിജക്ഷൻ കിട്ടി. ദാറ്റ്സ് ഓക്കെ, വുഡ് ഹാവ് ബീൻ എ ലോങ് കമ്മ്യൂട്ട്. ട്വിറ്റർ ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന് ജോലി കിട്ടിയിരുന്നുവെങ്കിൽ വളരെ ദൂരത്താണ്, കിട്ടാത്തത് നന്നായി എന്നുള്ളതാണ് ബ്രിയാൻ ആക്ടന്റെ ഒന്നാമത്തെ പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു 2009 തന്നെ അദ്ദേഹം ഫേസ്ബുക്കിലേക്ക് ഇന്റർവ്യൂവിന് പോവാണ്. ഫേസ്ബുക്ക് ടേൺഡ് മീ ഡൗൺ. ഫേസ്ബുക്കും എന്നെ റിജക്ട് ചെയ്തു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് സം ഫാന്റാസ്റ്റിക് പീപ്പിൾ. അടിപൊളിയായിട്ടുള്ള ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ലുക്കിംഗ് ഫോർവേഡ് ടു ലൈഫ്സ് നെക്സ്റ്റ് അഡ്വഞ്ചർ. അടുത്തൊരു സ്റ്റെപ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇനി ഇരിക്കുന്നതെന്നാണ് ബ്രിയാൻ ആക്ടൺ പറയുന്നത്. അങ്ങനെ ട്വിറ്ററിൽ പോയിട്ട് ജോലി കിട്ടിയില്ല, ഫേസ്ബുക്കിൽ പോയി അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം ഈ ഫെയിലേഴ്സിനൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഒരു ലീപ്പായിട്ട് കണക്കാക്കുകയായിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഒരു അംബീഷൻ അദ്ദേഹം ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ആൻഡ് ഫൈനലി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാട്സപ്പ് എന്നുള്ളതായിരുന്നു. വാട്സാപ്പ്. സോ ബ്രിയാൻ ആക്ടൺ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ ബ്രിയാൻ ആക്ടന്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. വാട്സപ്പിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണ് ബ്രിയാൻ ആക്ടൺ. നമുക്കറിയാം വാട്സപ്പ് ഇന്ന് മെറ്റ വാങ്ങി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വാങ്ങി അല്ലെ. എത്ര രൂപക്ക് വാങ്ങിയത്? $22 ബില്യൺ ഫേസ്ബുക്ക് വാട്സാപ്പിന് വാങ്ങിയത്. അതായത് നമ്മുടെ ബ്രിയാൻ ആക്ടൺ ഫേസ്ബുക്കിൽ ജോലി കിട്ടി. ഫേസ്ബുക്കിൽ ഏകദേശം 17,500 വർഷം ഫേസ്ബുക്കിൽ വർക്ക് ചെയ്താൽ എത്ര സാലറി ആണോ കിട്ടാനുണ്ടായിരുന്നത്, ആ സാലറിയേക്കാൾ കൂടുതൽ പൈസക്കാണ് ഫേസ്ബുക്ക് വാട്സാപ്പിനെ പർച്ചേസ് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ഫെയിലേഴ്സിലൂടെ കടന്നു പോയിട്ടാണ് അവസാനം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു അംബീഷൻ റിയൽ ടാർഗറ്റിലേക്ക് എത്തുന്ന ഒരു സമയം എത്തുന്നത്. സോ ഇതുപോലെയാണ് ഇനി വരാനുള്ള 25 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആവും. അത് കഴിഞ്ഞുള്ള ഒരു 2-3 ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ എക്സാമുകൾ കഴിയുമ്പോഴും ഈവൻ ഒരു സബ്ജക്റ്റ് നിങ്ങൾ അത്ര അധികം പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അടുത്ത എക്സാമിനെ ബാധിക്കരുത്. ഇനിയുള്ള ഒരു 2 ആഴ്ച 3 ആഴ്ച സമയം നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ എന്തായാലും എത്തും എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ റിയൽ ടാർഗറ്റിൽ നിങ്ങൾക്ക് എത്താനും കഴിയും. A+ അല്ലെങ്കിൽ A1 എന്നുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയട്ടെ എന്നുള്ള ഓൾ ദ ബെസ്റ്റോടെ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് ഒരുപാട് ലേണിംഗ് ടിപ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലേണിംഗ് ഇഷ്യൂസ് ഒരുപാട് ഞാൻ കേട്ടു. എന്താണ് 10ാം ക്ലാസ്സുകാരുടെ ഇപ്പോഴുള്ള പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള കുറച്ച് സൊല്യൂഷൻസ് ആണ് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾ പഠിച്ച് ഒന്ന് ബോറടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ഡീമോട്ടിവേറ്റ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ വരിക. നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സജീവമാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനിയുള്ള ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ദിവസം ഇനി സബ്ജക്ട്സ് ഒക്കെ റിവൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓൾ ദ ബെസ്റ്റ്.